നമ്മൾ നമ്മുടെ ഈ മസ്തിഷ്കം ഉപയോഗിച്ച് വലിയ വലിയ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. വി ആർ ട്രൈങ് ടു ഡിസ്റ്റിങ്വിഷ് ഫ്രണ്ട്സ് ഫ്രം ഫോസ്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയുക, അല്ലെങ്കിൽ ഗുണങ്ങളെയും ദോഷങ്ങളെയും തിരിച്ചറിയുക. ഗുണമുള്ളിടത്തേക്ക് പോവുക, ദോഷങ്ങളിൽ നിന്ന് അകലുക. ഇതാണ് നമ്മുടെ മസ്തിഷ്കം ചെയ്യുന്ന ഏക പ്രവൃത്തി. ഒരു ചെടിക്ക് മസ്തിഷ്കത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഗുണവും ദോഷവും അസസ് ചെയ്താലും അവിടുന്ന് അങ്ങോട്ട് പോകാനോ തിരിച്ചു വരാനോ പറ്റില്ല. മൂവ്മെൻ്റ് ഇല്ല. മൂവ് ചെയ്യാനാണ് ഇതിൻ്റെ ആവശ്യം. ബാക്കി മസ്തിഷ്കം ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ മുകളിലുള്ള ബാക്കി ആവശ്യങ്ങളാണ്. നിങ്ങളുടെ മസിൽ ചലിപ്പിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങളുടെ പൾസ് നിർത്തുന്നതിനെക്കുറിച്ചോ ഒക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ബേസിക് പർപ്പസ് ഇതാണ്. എല്ലാ ജീവികളും ഇത് ചെയ്യുന്നുണ്ട്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കത്തില്ല എന്നേ ഉള്ളൂ. ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു അമീബ, ആ വെള്ളത്തിലൊരു പ്രത്യേക ഒരു കെമിക്കൽ, ഒരു ടോക്സിക് കെമിക്കൽ കലർന്നു കഴിഞ്ഞാൽ അമീബയ്ക്ക് എന്ത് ചെയ്യും? നേരെ ചെന്ന് ആ കെമിക്കൽ കയറി ചത്തുപോകുമോ? ഇല്ല. അതിൽ നീന്തി മാറാൻ ശ്രമിക്കും. അതിനുള്ള മെക്കാനിസം അതിനുണ്ട്. പക്ഷേ അത് ആലോചിച്ച് അതേ കുറച്ച് കോപ്പർ സൾഫേറ്റ് വന്നേക്കുന്നു, ഇതെനിക്ക് ദോഷം ചെയ്യാൻ പോകുന്ന കെമിക്കലാണ്, ഇവിടെ നിന്ന് മാറിയേക്കാം എന്ന് ആലോചിച്ചല്ല അത് നീന്തുന്നത്. പക്ഷേ അതിൻ്റെ ബയോളജി അങ്ങനെയാണ് അത് ട്യൂൺ ചെയ്തേക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ട അമീബകളെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഡിസെൻഡൻസ് അതുപോലെ തന്നെ ആ പെരുമാറ്റം കാണിക്കുന്നുള്ളൂ. മനുഷ്യൻ ഇതാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ അസസ്മെൻറ്റ്. നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അയാൾ ശത്രുവാണോ മിത്രമാണോ എന്ന് ആലോചിക്കുന്നത് നമ്മൾ നാളത്തെ എൻ്റെ റിസോഴ്സസ് അയാൾ എടുക്കുമോ, അയാൾ എന്നെ ഹാം ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള അസസ്മെൻറ്റ് കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സീക്ക് ചെയ്യുമ്പോഴും നമ്മൾ ബേസിക്കലി ഇതാണ് ചെയ്യുന്നത്. ഓൺലി തിങ് ഈസ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ബിറ്റ് മോർ കോംപ്ലക്സ് വേ. നമ്മുടെ സൊസൈറ്റി അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഈ പണിയാണ് ചെയ്യുന്നത്. പണി എളുപ്പത്തിൽ ചെയ്യാനാണ് ബ്രെയിൻ തീരുമാനിക്കുന്നത്. കാരണം ബ്രെയിൻ നമ്മുടെ ശരീരത്തിൻ്റെ 2% മാത്രമേ വെയിറ്റ് ഉള്ളൂ. പക്ഷേ 20% എനർജി ബ്രെയിൻ എടുക്കുന്നുണ്ട്. പിന്നെ ആ എനർജി അങ്ങനെ പോകുന്നത്, അത്ര എനർജി എടുക്കുന്നത് ലിവറാണ്. ബാക്കി എല്ലാവരും കൂടെ ചേർത്താണ് ഈ 20-40 കഴിഞ്ഞാൽ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവം കൂടെയാണ് ഈ 60% എനർജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ബയോളജി ഈസ് എ സ്ട്രിക്റ്റ് അക്കൗണ്ടൻറ്റ്. എനർജി മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. എനർജി മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളെ കുറച്ച് ഉപയോഗിക്കുക. നമ്മൾ വൈകുന്നേരം KCBയുടെ പരസ്യം വരത്തില്ലേ, ഇത്ര മണിക്ക് ഇത്ര മണി വരെ മറ്റേ ഹെവി എക്യുപ്മെൻ്റ് ഒന്നും ഉപയോഗിക്കരുത്, മൊബൈൽ ഫോൺ ചാർജ് ചെയ്തതെന്ന് പറയത്തില്ലല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിടിച്ചിട്ടാണ് എനർജിയുടെ കൺസപ്ഷൻ കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഏതിനെ പിടിക്കും? ലിവറിനെ പിടിച്ചു കഴിഞ്ഞാൽ പണി വരും. ബ്രെയിൻ ബേസിക് ഫങ്ഷൻസ് നിർത്തിയാൽ മതി, തീരുമാനം എടുത്താൽ മതി. അതങ്ങനെ 100% ആക്യുറേറ്റ് തീരുമാനമാവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് വരുന്ന കാറിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ ഡയറക്ഷനും എല്ലാം നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ വാക്കിംഗ് വെലോസിറ്റി, റോഡിൻ്റെ വീതി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ എത്ര സ്പീഡിൽ നടന്നാലാണ് ഇടിക്കാതെ അങ്ങ് എത്താൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അങ്ങ് പോയാൽ മതി. കാൽക്കുലേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും ചിലപ്പോൾ. പക്ഷേ മാർജിൻ ഓഫ് എറർ ഈസ് ഫൈൻ. ഭൂരിഭാഗം കാര്യങ്ങളിൽ തീരുമാനം എടുത്താൽ മതി. അങ്ങനെ 100% പ്രിസൈസ് തീരുമാനങ്ങളായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ബ്രെയിൻ എപ്പോഴും സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടായിരിക്കും ചിന്തിക്കാൻ പോകുന്നത്. പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്തണം. ഒരുപാട് ആലോചിച്ച് എല്ലാ വശങ്ങളൊന്നും ആലോചിച്ച് ബേജാറാകരുത്. അതായത് കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഒരു കടുവ ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ സ്പേസും ടൈമും ചേർന്ന 4 ഡയമെൻഷണൽ സ്പേസ് ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ടൈം സ്ലോ ആകുമെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓടിക്കണം. ചിന്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ വായി പോകും. അപ്പോൾ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നൊരു കഥയുണ്ട്, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 2 ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ശിലായുഗ മനുഷ്യർ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. 2 കൂട്ടുകാരാണ്, ചെറുപ്പക്കാരാണ്, പുരുഷന്മാരാണ്. ഒരാൾ ഭയങ്കര അന്ധവിശ്വാസിയാണ്. എന്ത് കണ്ടാലും അയാൾ കരുതുന്നത് എന്തോ പ്രേതമാണ്, ഭൂതമാണ് എന്നാണ്. മറ്റേ ആൾ ഭയങ്കര യുക്തിവാദിയാണ്. പുള്ളിക്ക് എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണിങ് അറിയണം. അപ്പോൾ ഇവരിങ്ങനെ പൊന്തക്കാട്ടിൽ എന്തോ അനങ്ങുന്നു. അപ്പോൾ യുക്തിവാദിക്ക് അതെന്താണെന്ന് അറിയണം, എന്താണെന്ന് പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്. മറ്റവൻ അങ്ങനെയല്ല, അത് പ്രേതമായിരിക്കും, നമുക്ക് ഓടാം. മറ്റവൻ അങ്ങനെ ഓടാൻ പറ്റില്ല, കാരണം പ്രേതവും ഭൂതമൊന്നുമില്ല. കാരണമില്ലാതെ പല രീതിയിൽ ഇല അനങ്ങാമല്ലോ. അതെന്തുകൊണ്ടാണ് ആ ഇല അനങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് കൗതുകം. അദ്ദേഹം ആ ഇല അനങ്ങുന്നത് അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കി. മറ്റവൻ അന്ധവിശ്വാസിയോട് ഓടി രക്ഷപ്പെട്ടു. അവിടെ ഇരുന്നത് ഒരു കടുവയോ പുലിയോ ആയിരുന്നു എന്ന് വിചാരിച്ചു. യുക്തിവാദി എവിടെ പോവും? കടുവയുടെ വായ്പ. ഒരു ചെറുപ്പക്കാരൻ. പിന്നെ മറ്റേ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ. ഇവരിൽ ആരാണ് കുടുംബമൊക്കെ കുട്ടികളുമായിട്ട് ജീവിക്കുന്നത്? അന്ധവിശ്വാസിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ജനിതകം ഏതായിരിക്കും? ജെനറ്റിക്സ് ഏതായിരിക്കും? റാഷണലിസ്റ്റ് ജെനറ്റിക്സ് ആയിരിക്കുമോ അതോ സൂപ്പർസ്റ്റിഷ്യസ് ജെനറ്റിക്സ് ആയിരിക്കും? സൂപ്പർസ്റ്റിഷ്യസ്. നമ്മളൊക്കെ ഇതിൽ സർവൈവ് ആയവരുടെ ഡിസെൻഡൻസ് ആണോ അതോ സർവൈവൽ പറ്റാത്തവരുടെ ഡിസെൻഡൻസ് ആണോ? നമ്മൾ സർവൈവ് ചെയ്തവരുടെ ഡിസെൻഡൻസ് ആണ്. അപ്പം നമ്മൾ ഏത് സ്ഥാനത്ത് പോകാനാണ് സാധ്യത കൂടുതൽ?
അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത് സയൻറ്റിഫിക്കലി കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ. നമ്മുടെ ബ്രെയിനിന് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം, കൺക്ലൂഷൻ പെട്ടെന്നുണ്ടാവണം. പക്ഷേ സയൻറ്റിഫിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സമയമെടുക്കും, ഡേറ്റ വേണം, അതിന് ലോജിക്കലി കറക്റ്റാണോ എന്ന് നോക്കണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ എന്തിനു ചിന്തിക്കണം എന്ന് ചോദിക്കാമല്ലോ. നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പലരും ജനിച്ചത്. ഉദാഹരണത്തിന് വളരെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് ആശുപത്രി. നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു രോഗാണു, നമ്മൾ രോഗാണു എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്, അതിനറിഞ്ഞുള്ള രോഗാണുവാണെന്ന്. അത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സൂക്ഷ്മമാണ്. അതിന് വേറൊരാളുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കയറിയപ്പോൾ കൊള്ളാം, സെറ്റപ്പൊക്കെ ഉണ്ട്, അത് അവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ കോളനി അവിടെ ഉണ്ടാക്കുന്നു. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊങ്കാലിടാൻ വേണ്ടി സിറ്റിയിൽ ഇറങ്ങുമ്പോൾ ബ്ലോക്ക് ആവത്തില്ലേ, അതുപോലെ എണ്ണം കൂടി ഒരിടത്ത് തന്നെ ഇതെല്ലാം കൂടി ഇറങ്ങുമ്പോഴത്തേക്കും ശരീരത്തിലെ പല സിസ്റ്റങ്ങളും ബ്ലോക്ക് ആവും. അപ്പോൾ ശരീരത്തിന് ഈ ജീവിക്കുന്ന ഈ ഹോസ്റ്റായിട്ടുള്ള ബോഡിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒരാഗ്രഹവും ഈ രോഗാണുവിനില്ല. അതിന് ജീവിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം തന്നെയല്ലേ, നമുക്കും റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ തലമുറകൾ ഇവിടെ ജീവിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണെന്ന് നമ്മൾ പാടുന്നത് എന്തുകൊണ്ട്? ഇതാണ് കാര്യം. ഇതേ കാര്യമാണ് ഈ സൂക്ഷ്മാണുവും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ചില തട്ടുകിടക്കെ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരം എവല്യൂഷണറലി സ്ട്രോങ് അല്ല. ആ ഇൻഫെക്ഷനിൽ ആ ജീവി ജയിച്ചു. പക്ഷെ നമ്മൾ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കും. നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ആ പാവപ്പെട്ട സൂക്ഷ്മാണുവിനെ നമ്മൾ കൊല്ലുകയാണ്, ഹിംസയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി വിരുദ്ധമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. പോരെ? യെസ്. വേർ സയൻസ് ഈസ് റെലവൻറ്റ്, ഒബ്ജക്റ്റീവ് ആൻസേഴ്സ് റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വി ഡോണ്ട് നോ ആൻ ആൾട്ടർനേറ്റീവ് ഫോർ സയൻസ്. ഒബ്ജക്റ്റീവ് ആൻസേഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, പക്ഷേ അത് ഒബ്ജക്റ്റീവായിട്ട് അവതരിപ്പിക്കരുത്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എനിക്ക് ഈ ചരട് കിട്ടുന്നതുകൊണ്ട് ആശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടി എല്ലാം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ കാമായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ എന്നെ ഈ ചരട് സഹായിക്കുന്നുണ്ട്. ഫൈൻ. പക്ഷേ എല്ലാവരെയും സഹായിക്കുമെന്ന് ഞാൻ പറയരുത്. അവിടെയാണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നുള്ള വ്യത്യാസം വരുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാണ്. അതായത് എനിക്ക് ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആ ദൈവം എനിക്ക് എല്ലാം ആവശ്യപ്പെട്ടുള്ളതെല്ലാം തരുന്നു, എൻ്റെ നന്മതിന്മകൾക്കെല്ലാം കൃത്യമായിട്ട് റിവാർഡ് പണിഷ്മെൻറ്റും ഒക്കെ തരുന്ന ഒരാളാണ്. ആ ദൈവത്തിന് നിങ്ങളും പേടിക്കണമെന്ന് പറയരുത്. യു ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. അതാ പറഞ്ഞു. നമ്മളത് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ജനറിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. ഇത് പേഴ്സണൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കാണ് പ്രധാനം. അത് പേഴ്സണൽ ഇഷ്യൂസ് മാത്രമാണെങ്കിൽ ഫൈൻ. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കുക എൻ്റെ ബ്രെയിൻ ഇരിക്കുന്നത് എൻ്റെ വൻകുടലിൻ്റെ അറ്റത്താണ്, ഫൈൻ. എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നതിനകത്ത് ഞാൻ കയറി ബ്രെയിൻ്റെ അടുത്ത് പറയണ്ടല്ലോ ഇവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ, അത് വർക്ക് ചെയ്തോളും. ഞാൻ എന്ത് വിചാരിച്ചാലും അത് വർക്ക് ചെയ്യും. പക്ഷേ നാളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡോക്ടർമാരുടെ പറയുന്നത് നിങ്ങളെല്ലാം ബ്രെയിനിന് എന്തെങ്കിലും ന്യൂറോ ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയരുത്. അതാണ് ഒബ്ജക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ബിലീഫ് പേഴ്സണലായിരിക്കുന്നിടത്തോളം കാലം ഫൈൻ. പക്ഷേ അത് ഒബ്ജക്റ്റീവ് ആണെന്ന മട്ടിൽ ചുറ്റും പോകുമ്പോഴാണ് ഇഷ്യൂ, അതൊരു ഇഷ്യൂ ആവുന്നത്. അതൊരു നോൺ ഇഷ്യൂ ആണ്. നമ്മൾ വി ആർ ബോൺ റാഷണലിസ്റ്റ്, സൊസൈറ്റി മേക്സ് എസ് ബിലീവേഴ്സ് എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. ആക്ച്വലി ഞാനത് അംഗീകരിക്കാത്ത ആളാണ്. നമ്മൾ ബോൺ റാഷണലിസ്റ്റുകളല്ല. റാഷണലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോസ് ആൻഡ് ഇഫക്റ്റിനെ ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അത് നമ്മൾ കാമായിട്ടിരുന്ന് ആലോചിച്ച് എത്തേണ്ട ഡിസിഷൻസാണ്. അത് ഈ റാഷണാലിറ്റി മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ട്രെയിൻഡ് ആകേണ്ടതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി മെത്തേഡിനെ കുറിച്ച് അവെയർ ആയിരിക്കുമ്പോൾ നാളെ അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളിരുന്ന് പഠിക്കാൻ വരണ്ട. നമ്മളിപ്പോൾ ഈ ഫോർമൽ ലോജിക് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് പൊതുവെ നമ്മളെങ്ങും പഠിപ്പിക്കുന്നില്ല. കാരണം അത് പഠിക്കാൻ ഒരു പക്ഷേ ഇച്ചിരി ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് എ ഇംപ്ലൈസ് ബി ആൻഡ് ബി ഇംപ്ലൈസ് സി ദെൻ എ ഇംപ്ലൈസ് സി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫോർമൽ ലോജിക്ക് പറയുന്നത്. ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വരുമ്പം നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇഫ് പി ദെൻ ക്യൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതായത് ലോജിക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ ലോജിക്ക് എവിടെയെങ്കിലും പ്രിൻസിപ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കുമെങ്കിൽ ആളുകൾ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പഠിക്കുന്നുള്ള ഗുണം പതിയെ പതിയെ നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് ട്രെയിൻഡ് ആവും. അത് നാച്ചുറലി നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റണമെന്നില്ല, പറ്റുന്നവർക്ക് എല്ലായിടത്തും ഒരുപോലെ പറ്റണമെന്നില്ല. നാച്ചുറലി ചിന്തിക്കാൻ സാധ്യതയുള്ള ആളുകൾ പോലും, അതായത് ഇപ്പം നമുക്ക് ഒരാളുടെ അനലിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് പല പ്രോബ്ലം സോൾവിങ്ങിലും പ്രകടമാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ തന്നെ ഈ കാര്യത്തിൽ
അവരിതിൻ്റെതായ ഒരു റാഷണാലിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിൽ എക്സാമ്പിളാണ്. ഏത് ഇനിയും നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത പല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് ആ എഫക്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്ന ആളിൽ നിന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും അങ്ങനെ കളേർഡായി പോയവരാകും. ഇതിൻ്റെ കളറിൽ പെട്ടുപോയതുകൊണ്ട് റാഷണാലിറ്റി പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് സ്വതന്ത്രമായിട്ടുണ്ടാവില്ല. ദാറ്റ് ഇസ് ഫൈൻ. നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറയുന്ന പല ലീഡിങ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരും ജനറലി ആ സൂപ്പർസ്റ്റിഷ്യസ് വിശ്വാസം ഉള്ളതുകൊണ്ടാകണമെന്ന് പോലുമില്ല അത് കാണിക്കുന്നത്. ഞാനും അതിലുള്ള ആളാണെന്ന് തെളിയിക്കേണ്ട കാര്യം മറ്റ് പല സിറ്റുവേഷൻസിനും അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് ചെയ്യുന്നതാവാം. നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാന്ന് പറഞ്ഞതാണ്. ആളുകളുടെ മോട്ടിവേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി സീ ദെയർ ബിഹേവിയർ. അവരെന്ത് ചെയ്യുന്നു എന്നേ നമുക്കറിയാവും. അവരെന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ള അസസ്മെൻറ്റ് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബിഹേവിയർ ആയാൽ പോലും ദെയർ മേ ബി ഡിഫറെൻറ്റ് മോട്ടിവേഷൻസ് ഇൻവോൾവ്. സൂപ്പർസ്റ്റിഷനായി മാറുകയല്ല, അത് അപ്പോഴേ സൂപ്പർസ്റ്റിഷനാണ്. അത് കൂടുതൽ പോപ്പുലർ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈസ് ദെയർ എ ജെനുവിൻ കോസ് ആൻഡ് ഇഫക്റ്റ് ഇൻവോൾവ്ഡ്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അത് സൂപ്പർസ്റ്റിഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ബിലീഫ് എന്ന് പറയുന്ന വാക്ക് വളരെ ജനറിക് ആയിട്ടുള്ള വാക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് നിങ്ങളുടെ ബിലീഫായേ പറ്റൂ. അത് ബിലീഫിനെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിശ്വാസം എന്ന് പറയും. പക്ഷേ വിശ്വാസത്തിന് നമ്മൾ പറയുന്ന മീനിങ് പൊതുവെ അന്ധവിശ്വാസത്തിൻ്റെ സമാനമായിട്ടുള്ള മീനിങ് ആയതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോളജിനെ കുറിച്ച് ഫിലോസഫി പഠിക്കുന്ന എപ്പിസ്റ്റമോളജിയിലാണ്. എപ്പിസ്റ്റമോളജിയിൽ വാട്ട് ഈസ് നോളജ് എന്ന ചോദ്യത്തിന് ഉത്തരം 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം നോളജ് ആകുന്നത്. ഒന്ന്, അതിനെ JTB തിയറി എന്നാണ് വിളിക്കുന്നത്, ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്. ഇറ്റ് ഷുഡ് ബി എ ബിലീഫ്, ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രൂ. ബിലീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം, എന്നാലേ നിങ്ങളുടെ അറിവാകും. ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല, അത് നിങ്ങളുടേതായ ജസ്റ്റിഫിക്കേഷൻ വേണം. മറ്റേത് ട്രൂ ആണ്. വാട്ട് ഈസ് ട്രൂ? ട്രൂ മീൻസ് സംതിങ് ദാറ്റ് കറസ്പോണ്ട്സ് ടു റിയാലിറ്റി. യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണ് ട്രൂത്ത്. അപ്പോൾ നിങ്ങളൊരു ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും 2 മാത്രമായാലും പോരാ, 1 മാത്രമായാലും പോരാ. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ, ഞാനത് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കാലാവസ്ഥ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ആണ്. ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് ഹാപ്പനിങ്. പക്ഷെ ഒരാൾ പറയുകയാണ് ഞാനത് വിശ്വസിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിനയൽ. ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ആൻഡ് ട്രൂ ബട്ട് യു ഡോണ്ട് ബിലീവ്. ചില ആളുകൾ ഞാൻ വിശ്വസിക്കുന്നു ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ജസ്റ്റിഫൈഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമി ഉരുണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂമി ഉരുണ്ടതാണ്, ശരിയാണ്. പക്ഷേ വേറൊരു ഫ്ലാറ്റ് എർത്തർ വന്ന് എൻ്റെ തർക്കിച്ച് കഴിഞ്ഞാൽ എനിക്ക് തർക്കിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. വൈ? കാരണം എൻ്റെ വിശ്വാസം ജസ്റ്റിഫൈഡ് അല്ല. സോ ദാറ്റ് ഈസ് എ ലക്കി ഗസ്. ഭൂമി ഉരുണ്ടതാണെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാനും പറഞ്ഞു. എല്ലാവരും പറയുന്നത് സന്ദർഭവശാൽ ശരി, ട്രൂത്ത്ഫുൾ ആയതുകൊണ്ട് എൻ്റെ വിശ്വാസം ട്രൂത്ത്ഫുള്ളാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൈ നോളജ്. അതെൻ്റെ വിശ്വാസം തന്നെയാണ്. ഓൺലി തിങ് ഈസ് ഇറ്റ് ഈസ് എ ട്രൂ നോളജ്, ട്രൂ ബിലീഫ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് ആയിരിക്കില്ല, എനിക്ക് എൻ്റേതായ ജസ്റ്റിഫിക്കേഷൻ കാണും ശരിയാണെന്ന് വിശ്വസിക്കാൻ. അപ്പോഴത് നോളജ് ആവില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ജസ്റ്റിഫൈഡ് ബിലീഫ്. ഓക്കെ, ഇത് 3 കൂടെ ഒത്ത് വന്നാലേ നോളജ് ആവും. അപ്പോൾ എവറി നോളജ് ഈസ് ബേസിക്കലി എ ബിലീഫ് ഓൾസോ. വെദർ ദാറ്റ് ഈസ് ട്രൂ ഓർ വെദർ ദാറ്റ് ഈസ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റാഷണൽ അല്ലാത്ത, പരസ്പരം കോസ് ആൻഡ് ഇഫക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ബിലീഫുകളാണ് സൂപ്പർസ്റ്റിഷൻസ് ആകുന്നത്. ചിലപ്പോൾ ജസ്റ്റിഫിക്കേഷൻ കാണും ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്ഫുൾ. അങ്ങനെയാണ് സൂപ്പർസ്റ്റിഷൻ ആകുന്നത്. അത് കോപ്പി ചെയ്ത് കോമൺ ആകുമ്പോൾ ചിലതൊക്കെ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ആകും, ചിലത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവും. അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ മാർക്കേഷൻ ക്ലിയറാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ അന്ധവിശ്വാസമായിട്ട് മാറുകയല്ല. ബേസിക്കലി അത് തുടങ്ങുമ്പോൾ തന്നെ അന്ധവിശ്വാസമാണ്.